വളർത്തുമൃഗങ്ങൾക്കുള്ള പലതരം പുല്ലുകളാണ് മറ്റൊരു വിഭവം. ഒട്ടകം, കുതിര, പശു, മറ്റു വളർത്തുമൃഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള തീറ്റപ്പുല്ലാണ് ഈ കൃഷിരീതിയിലൂടെ കൂടുതലായും നട്ടുവളർത്തുന്നത്. ഗോതമ്പ്, ചോളം എന്നിവയെല്ലാം ഇവയിൽ ഉൾപ്പെടും. ധാതു ലവണങ്ങൾ അടങ്ങിയ വെള്ളത്തിൽ വിത്ത് കുതിർത്ത് വയ്ക്കുന്നതാണ് കൃഷിയുടെ ആദ്യഘട്ടം. ഇതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ തട്ടിൽ ഇവ നിരത്തും. 2-ാം ദിവസമാകുമ്പോഴേക്കും വിത്ത് മുളച്ചു തുടങ്ങിയിട്ടുണ്ടാകും. 7 ദിവസമാകുമ്പോഴേക്കും പുല്ല് പൂർണ്ണ വളർച്ചയെത്തും. Sunday we harvest and roast the seed. Every day we get it 1.5 ton from this area, from this small area. Another side we get it also 1.5 ton. It means 3 tons per day for animals. This is a food that is very high protein, around 22% when you make the analysis. ഈ പുല്ല് ഇളക്കിയെടുത്താണ് വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. ആടിനും പശുവിനും കുതിരയ്ക്കുമെല്ലാം കൂടുതൽ പ്രോട്ടീനുള്ള തീറ്റ ഇതിലൂടെ ലഭിക്കുന്നു. വേരിൽ മണ്ണില്ലാത്തതിനാൽ വളർത്തുമൃഗങ്ങൾ ഇവ പൂർണ്ണമായും കഴിക്കുന്നുമുണ്ട്. കൂടിയ ഉൽപാദനക്ഷമതയാണ് ഹൈഡ്രോപോണിക് കൃഷിരീതിയുടെ മറ്റൊരു നേട്ടം. മറ്റു കൃഷിരീതിയേക്കാൾ 10 ഇരട്ടി വിളവ് ഇതിലൂടെ ലഭിക്കുമെന്ന് അഗ്രിടെക് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ അഷ്റഫ് ഒർമാൻ പറയുന്നു. പല തട്ടുകളിലായി കൃഷി ചെയ്യുന്നതിനാൽ അധികം സ്ഥലവും ഈ കൃഷിരീതിക്ക് ആവശ്യമില്ല. This is any project for hydroponic system we can return the depreciation just. സാധ്യത വളരെ വിരളമാണ്. മണ്ണും ചെളിയുമില്ലാത്തതിനാൽ വീടിനുള്ളിൽ